ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യയെ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ അതിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഐശ്വര്യയുടെ പിന്നാലെ ആ ഗുണ്ടകളും ചെല്ലുന്നുണ്ട്. ഐശ്വര്യ ഓടി ഓടി ചെല്ലുന്നത് അഖിലിന്റെയും ശ്യാമയുടെയും കാറിന്റെ മുന്നിലാണ്. കാറിൽ നിന്നും അഖിലും ശ്യാമയും വസുന്ധരാമയും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, എന്റെ അമ്മയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് എന്നെ വിറ്റതാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഇവരുടെ അടിമയാണ്, എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്നൊക്കെ പറയുന്നു. എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഐശ്വര്യ ബഹളം വെക്കുകയാണ്. അഖിലപ്പോൾ പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതേത് സ്ത്രീ ആയാലും എന്നൊക്കെ പറയുന്നു. ഗുണ്ടകൾ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യയെ പിടിക്കുകയാണ്. അഖിലപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് അടി കൂടുന്നുണ്ട്. വസുന്ധരാമ ശ്യാമയോട് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാൻ. ശ്യാമ പോലീസിനെ വിളിക്കുന്നു. അഖിൽ എല്ലാ ഗുണ്ടകളെയും അടിച്ചോടിക്കുന്നുണ്ട്. അതിനുശേഷം ഐശ്വര്യയാണെങ്കിൽ വീണ്ടും ശ്യാമയോടും എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, എന്നെയും കൂടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ എന്റെ തെറ്റെല്ലാം മനസ്സിലായി, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ പൈസ പോലുമില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയാണ്. ശ്യാമ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എത്ര പൈസ വേണമെന്ന്. ഐശ്വര്യ ഇപ്പോൾ പറയാണ് 10 ലക്ഷം വേണമെന്ന്. ശ്യാമ അപ്പോൾ 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരാമയും അഖിലും തടയുന്നുണ്ട്. പക്ഷെ ശ്യാമ 5 ലക്ഷം രൂപ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയുടെ നല്ല മനസ്സാണ്, നിനക്ക് നല്ലത് വരുമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അഖിലപ്പോൾ പറയുന്നുണ്ട്, കുറെ ഗുണ്ടകളാണെങ്കിൽ ഐശ്വര്യയെ ശല്യം ചെയ്തു, അവരെ ഞങ്ങൾ ഓടിച്ചെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ പോലീസുകാരോട് പറയുന്നുണ്ട്, ഇത് വസുന്ധരാമയാണ്, ഇതെന്റെ അമ്മായിയമ്മയാണ്, ഇതെന്റെ അനിയനും ഭാര്യയുമാണ്, ഞാൻ ആനന്ദ നിലയത്തിലെ അരുണിന്റെ വൈഫാണെന്നൊക്കെ പറയുന്നു. ഇവർ എല്ലാവരും കൂടി എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കാനാണ്, ഞാനൊരു സുന്ദരിയായ സ്ത്രീയല്ലേ, ഇതുപോലെ ഇനിയും ആൾക്കാർ എന്നെ ഉപദ്രവിക്കാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടതെന്നൊക്കെ പറയാണ്. വസുന്ധരാമ പോലീസിനോട് പറയുന്നുണ്ട്, ഈ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എൻ്റെ ശ്യാമയുടെ കുഞ്ഞിനെ വരെ ഇവർ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നു. ശ്യാമയും അത് ശരിയാണെന്നൊക്കെ പറയുന്നു. പോലീസ് അപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ തെളിവില്ലെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ ഐശ്വര്യ യൂട്രസ് കളഞ്ഞതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പോലീസ് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കുടുംബ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്, തൽക്കാലം ഐശ്വര്യ വീട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുത്ത് അത് പരിഹരിച്ചോളാൻ എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് എല്ലാവരും ചെല്ലുകയാണ്. ഐശ്വര്യയാണെങ്കിൽ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഐശ്വര്യ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഖിലിനോടും ശ്യാമയോടും വസുന്ധരാമയോടും ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ. നിങ്ങൾ വരുന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ അകത്തേക്ക് പോവുകയാണ്, നല്ല റെസ്റ്റ് എടുക്കണം, എനിക്കൊന്ന് ഉറങ്ങണമെന്നൊക്കെ പറയുന്നു. അമൃത ഐശ്വര്യയെ കാണുമ്പോൾ തന്നെ എല്ലാവരെയും വിളിക്കുകയാണ്, വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കുന്നു. ഐശ്വര്യ ഒരുപാട് അഹങ്കാരത്തോടെ ആനന്ദ നിലയത്തിലേക്ക് കയറുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്